ഞാൻ 10 ലാംഗ്വേജ് അക്കാദമിയുടെ ഡയറക്ടർ. ഞങ്ങൾ കഴിഞ്ഞ 33 വർഷക്കാലമായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഗ്രാജുവേഷന് ശേഷം ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുന്നിൽ എന്തൊക്കെ വഴികളാണുള്ളത്? സാധാരണഗതിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ 2 വർഷക്കാലം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. ഈ കോഴ്സുകളൊക്കെ പൂർത്തിയാക്കി വരുമ്പോഴും നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ജോലികൾ 15,000 രൂപ മുതൽ 25,000 രൂപ വരെ മാസശമ്പളം ലഭിക്കാൻ സാധ്യതയുള്ള ജോലികളാണ്. ഈ അവസരത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യ ജപ്പാൻ കരാറിൻ്റെ ഭാഗമായി NSDCയിലൂടെ SSW പ്രോഗ്രാമുകൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവസരങ്ങൾ തുറന്നിടുന്നു. SSW പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ NSDC ആണ് എന്നുള്ളതാണ്. NSDCയിലൂടെ മാത്രമേ SSW പ്രോഗ്രാമിൽ ജപ്പാനിലേക്ക് ഒരു വിദ്യാർത്ഥിക്ക് എത്തിപ്പെടാൻ വേണ്ടി കഴിയും. COE അഥവാ വിസ കിട്ടിയതിന് ശേഷം മാത്രമേ NSDCയിൽ ഒരു കാൻഡിഡേറ്റ് അതിനാവശ്യമായി പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. 10 ലാംഗ്വേജ് അക്കാദമിയിലൂടെ ജപ്പാനീസ് ഭാഷ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം NSDCയിലൂടെ വളരെ സുരക്ഷിതമായ രീതിയിൽ പഠനം പൂർത്തിയാക്കി 6 മാസം മുതൽ 8 മാസം വരെയുള്ള കാലയളവിൽ ജപ്പാനിൽ എത്തിച്ചേരാൻ കഴിയും. മാത്രമല്ല, ജപ്പാനിൽ എത്തിച്ചേർന്ന തൊട്ടടുത്ത ദിവസം തന്നെ എഴുതി തയ്യാറാക്കിയ കരാറിൻ്റെ ഭാഗമായിട്ടുള്ള ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നു.